ഞാൻ ഇന്ന് വന്നേക്കുന്നത് D5 റെൻഡറിൽ ഇൻറ്റീരിയർ ലൈറ്റിംഗ് എങ്ങനെ പ്രോപ്പറായി സെറ്റ് ചെയ്യാമെന്ന് നോക്കുന്ന വീഡിയോ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ആദ്യം റെൻഡർ ഇമേജ് കാണിച്ചുകൊണ്ട് തുടങ്ങാം. മോഡൽ ഞാൻ ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം D5 റെൻഡറിലേക്ക് കൊണ്ടുപോകാം. ഞാനിപ്പോൾ ഇവിടെ സിങ്ക് ബട്ടൺ അമർത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ D5 റെൻഡറിലേക്ക് സാധനം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലൈയിലേക്ക് മാറ്റാം. ഫ്ലൈയിലേക്ക് വെച്ചാൽ നമുക്ക് കീബോർഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇൻബിൽഡ് ആയിട്ടുള്ള ലൈറ്റിലാണ് കേട്ടോ ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാനിപ്പം ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചം നമുക്ക് ഈ റൂമിൽ കാണാൻ പറ്റും. പിന്നെ അതുമല്ല ഇതിപ്പം ഓട്ടോയിലാണ് കിടക്കുന്നുണ്ടാവുക. സോ അതാണ് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത്. നമുക്കതിന് ഒരു സീന് സേവ് ചെയ്യാം. ഓട്ടോ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്, അത് എപ്പോഴും ഓണായിട്ട് തന്നെയാണ് ഉണ്ടാവുക. സോ അത് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് 3ds പോയിട്ട് ക്യാമറ ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച VRI ക്യാമറകൾ വെച്ചും D5 ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ക്യാമറ ഒന്ന് മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ VRI ക്യാമറ ആയിരുന്നു ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റേതായ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സോ ഇത് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അതൊരു ഫ്രെയിമിലേക്ക് ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിപ്പം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ സ്പോട്ട് ലൈറ്റ്, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഞാനിപ്പം ജസ്റ്റ് സ്പോട്ട് ലൈറ്റ് ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങിലാണ് ഇത് റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ സണ്ണിൻ്റെ വെളിച്ചം വിൻഡോയുടെ പുറത്തുനിന്ന് അകത്തേക്ക് വേറെ അഡീഷണൽ ലൈറ്റൊന്നും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു സ്പോട്ട് ലൈറ്റ് സീലിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങിലാണ് ഞാനിത് റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വേണ്ടിടത്തൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാം. ലൈറ്റിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഫ്ലോറിലേക്ക് കടക്കാം. ഫ്ലോറിൽ ഞാനിപ്പം ജസ്റ്റ് D5 തന്നെ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. മാർബിളാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ടപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. ഞാനിതിപ്പം ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിസിബിൾ ആകുന്നില്ല. പ്രശ്നം എന്താണെന്ന് നോക്കിയപ്പോൾ
നമ്മുടെ ഫ്ലോറിങ്ങിൽ വേറൊരു അഡീഷണൽ ലെയർ കൂടി ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ച് 3ds Maxലേക്ക് പോയി. കഷ്ടകാലം എന്ന് പറയട്ടെ, സാധനം പോസായി. എൻ്റെത് ചെറിയൊരു ലോ എൻഡ് സിസ്റ്റം, മീൻസ് അത്ര ഹൈ എൻഡ് അല്ലാത്തത് കൊണ്ട് ലൈവ് സിങ്കിന് ചെറിയൊരു ലിമിറ്റേഷൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് ഇത് നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 3ds Maxൽ എന്ത് ചെയ്യുന്നോ അത് ഇവിടെ D5ൽ ഓട്ടോമാറ്റിക്കായിട്ട് സിങ്കായിട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണം ഞാനിപ്പം ചില സമയത്ത് 3Dയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ 3ds Maxൽ എഡിറ്റ് ചെയ്യുമ്പം മീൻസ് മെമ്മറി ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് 3ds Max ക്ലോസ് ആയി പോകാറുണ്ട്. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ദെൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് D5ലേക്ക് പിന്നെയും വന്നിട്ടുണ്ട്. ഫൈനലി ഫ്ലോറിന് നമ്മളൊരു മെറ്റീരിയൽ ഫൈനലി ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം കർട്ടനും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. നമുക്ക് കർട്ടനും പറഞ്ഞല്ലോ, ഇതിൽ തന്നെ ഇൻബിൽട്ടായിട്ട് തന്നെ ഫ്രീ ആയിട്ട് കുറേ മെറ്റീരിയൽസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലുള്ള ഒരു കർട്ടൻ തന്നെയാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. കർട്ടൻ്റെ മെറ്റീരിയലാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. ദെൻ നമുക്കിതിന് കുറച്ച് റിഫ്ലക്ഷനും ഗ്ലോസിനെസ്സൊക്കെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എൻവയോൺമെൻറ്റ് കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. മീൻസ് വിൻഡോക്കകത്തൂടെ സൂര്യപ്രകാശം അകത്തേക്ക് കയറുന്ന വിധത്തിൽ ഒന്ന് സെറ്റാക്കി കിട്ടുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ച കുറച്ച് എൻവയോൺമെൻറ്റ് പ്രീസെറ്റ്സുകളാണ്. ഇത് എക്സീഡിന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. സോ ഇതും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. മേ ബി ഒരു നല്ലൊരു ഔട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഈ വിൻഡോക്കകത്തൂടെ നോക്കുമ്പോഴേ പുറത്ത് പ്ലെയിനായിട്ട് കാണുന്നുള്ളൊരു സുഖമില്ല. സോ ഞാനവിടെ കുറച്ചു മരങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്നാണ് എനിക്ക് കരുതിയിരുന്നത്. അപ്പം മീൻസ് അത് നമ്മൾ വലിയ രീതിയിൽ ഒരു റെൻഡർ ഇമേജിനെ എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അത്രയും ടൈം വേസ്റ്റ് ആകുന്നില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു പിക്ചർ മരത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ഇമേജ് ഓൾറെഡി ഉണ്ട്. ദെൻ അത് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നി, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി. സോ അത് വെച്ചിട്ട് അതൊന്ന് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ഐഡിയ തോന്നിയത്. ക്യാബിനറ്റ്സിൻ്റെ ഐഡിയ ചെറിയൊരു പ്രൊഫൈലായിട്ട് കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നി. ഇതും
ഇതിൽ ഓൾറെഡി വരുന്ന ഒരു സെറ്റപ്പാണ്. പ്രൊഫൈലിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മീൻസ് ഞാനിത് മുമ്പ് ബിയറെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം കഷ്ടപ്പെട്ട ഒരു പ്രോസസ്സാണ്. സോ ഇതിലേക്ക് മാറിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഒരു ലൈറ്റിംഗ് പ്രോസസ്സ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരക്ടറിനെ ആഡ് ചെയ്യാൻ വിചാരിച്ചു. നമ്മുടെ എപ്പോഴും ഒരു ഫൈനൽ ഇമേജിന് അതിലേക്ക് ഒരു ഹ്യൂമൻ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു റിയലിസം ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സണലുള്ള അഭിപ്രായമായിട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് എന്തായാലും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ആപ്റ്റായിട്ടുള്ള ചില സീനുകളിൽ ഞാൻ എപ്പോഴും അത് ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ഇതും ഇതിൽ ഓൾറെഡി ഉള്ള കുറച്ച് മോഡൽസ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കുന്നത്. സോ ആപ്റ്റായിട്ടുള്ള ഒന്ന് ഇതിൽ നിന്ന് തന്നെ കിട്ടി. ദെൻ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഫൈനൽ റെൻഡർ ചെയ്യാൻ പോവുകയാണ്.
ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് പോലുള്ള വേറൊരു ഫീച്ചറാണ് ഈ ഒരു ബ്ലർ എഫക്റ്റ് നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ അതിനൊരു ഡെമോ ഞാനിവിടെ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ ഇത് ഇവിടെ റെൻഡറിങ് പ്രോസസ്സർ എവിടെയും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇതും കൂടെ ഉൾക്കൊള്ളിക്കാമെന്ന് തോന്നി. ജസ്റ്റ് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ പറയുമ്പോൾ. ഫൈനലി നമ്മളിതിൻ്റെ ഔട്ട് എടുക്കാൻ പോവുകയാണ്. നമുക്കിവിടെ 2K 4K 8K 60K ക്വാളിറ്റിയിലൊക്കെ വീട്ടിൽ റെൻഡർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും റെൻഡറിങ് ടൈം ഇവിടെ കാണിക്കുക. സോ ഞാൻ 2Kയിലാണ് നോർമലി റെൻഡർ ചെയ്യാറ്. 4Kയിലിടുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. 8Kയിലിടുമ്പം സ്വാഭാവികമായും അതിനേക്കാൾ കൂടും. മീൻസ് നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടും കേട്ടോ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീനിൽ ജസ്റ്റ് അവിടെ ക്രോക്കറിയിൽ വെച്ച ഒരു ബോട്ടിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വരെ ഒരു 16Kയിലൊക്കെ റെൻഡർ ചെയ്യുകയാണെങ്കിൽ അത് സൂം ചെയ്തിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ മുമ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മീൻസ് നമുക്കറിയണമല്ലോ ഇതെന്താണ് ഇത് സംഭവം എന്ന്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ് വരുന്നത്. ഇത് നമുക്ക് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി കുറച്ചുകൂടെ ബെറ്റർ ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം.